ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻറ്റീഡം. ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ആകുമ്പോൾ കറക്റ്റായിട്ടൊരു എൻട്രിയും എക്സിറ്റും എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും, കറക്റ്റ് ഓപ്ഷൻ എങ്ങനെ പിക്ക് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ആയ ബാങ്ക് നിഫ്റ്റിയുടെ മാർക്കറ്റിൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ മോർണിംഗിൽ താഴേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എവിടെ നിന്നൊരു എൻട്രി പിടിച്ചു, അതേപോലെ എക്സിറ്റ് എവിടെ ചെയ്തു, അതേപോലെ മാർക്കറ്റ് നമുക്ക് റിവേഴ്സ് പോകുമ്പോൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഇന്നത്തെ മാർക്കറ്റിൽ കാണിച്ചു തരാം. അപ്പോൾ ലൈവ് സെക്ഷനായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നമ്മുടെ ലേറ്റസ്റ്റ് വേർഷൻ 8.1 പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. ഇന്നെന്ന് പറഞ്ഞാൽ 5th ഓഗസ്റ്റിലെ പെർഫോമൻസ് ആണ്. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ബാങ്ക് നിഫ്റ്റിയുടെ പെർഫോമൻസ് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയതാണ്. ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പൺ ആയി ഇപ്പോഴത്തെ ലൈവ് റേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ, ബൈ സിഗ്നൽ വന്നാലും സെൽ സിഗ്നൽ. ഇപ്പോൾ ഇതാണ് ബൈ, ഇതാണ് സെല്ല്. അപ്പോൾ ഇത് ബൈ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻഡിൽ കളറ് നമുക്ക് ഗ്രീൻ വേണം, താഴെ കൺഫർമേഷൻ ബാർ ഗ്രീൻ ആയിരിക്കണം, പ്രൈസ് ഇൻ ബൈ സോൺ വേണം. ഇവിടെ ക്യാൻഡിൽ കളർ ഗ്രീൻ ഇല്ല, നമുക്ക് ആക്ച്വലി ട്രേഡ് എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് അവിടെ ഫസ്റ്റ് കൺഫർമേഷൻ തന്നെ തന്നിട്ടില്ല. സെക്കൻഡ് കൺഫർമേഷൻ ഉണ്ട്, കൺഫർമേഷൻ ബാർ ഗ്രീൻ ആണ്, പ്രൈസ് ഇൻ ബൈ സോൺ ഉണ്ട്. പക്ഷേ അവിടെ ക്യാൻഡിൽ കളർ ഗ്രീൻ ഇല്ലാത്ത സ്ഥിതിക്ക് മാർക്കറ്റ് ഒരു ഫേക്ക് അപ്പാണ്, തിരിച്ച് റിവേഴ്സ് അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഒരു ട്രേഡ് നമുക്ക് സോഫ്റ്റ്വെയർ പറയുന്നില്ല. അപ്പോൾ അതേപോലെ തന്നെ നിഫ്റ്റിക്കും അങ്ങനെയാണ്, ഒരു ബൈ കൺഫർമേഷനായിട്ട് നമുക്ക് അവിടെ തന്നിട്ടില്ല. ക്യാൻഡിൽ കളർ നമുക്ക് അവിടെ ഗ്രീൻ ഇല്ല, താഴെ ഗ്രീൻ ഉണ്ട്, ബൈ സോൺ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ക്യാൻഡിൽ ഗ്രീൻ ഇല്ല, നമുക്ക് ട്രേഡ് കിട്ടില്ല. അപ്പോൾ അത് തിരിച്ച് റിവേഴ്സ് അടിക്കുമെന്ന് സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് അവിടെ ഇൻഡിഫിക്കേഷൻ തരുന്നുണ്ട്. പക്ഷേ രാവിലെ നമുക്ക് മാർക്കറ്റ് ഗ്യാപ് ഡൗണിൽ ഇറങ്ങിയ സമയത്ത് നമ്മൾ ആക്ച്വലി കഴിഞ്ഞ ദിവസത്തെ കണ്ടിന്യൂവേഷൻ ആയിട്ട് പോയി. അപ്പം ഗ്യാപ് ഡൗണിൽ ഇറങ്ങുമ്പോൾ നമുക്ക് ഇവിടെ കഴിഞ്ഞ ദിവസം കണ്ടിന്യൂ ചെയ്ത് വെച്ചവർക്ക് പ്രോഫിറ്റ് ഉണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ എടുക്കുന്ന സമയത്ത് സപ്പോർട്ട് ഇവിടെ നിന്നാണ് ബ്രേക്ക് ചെയ്ത് ആ ലെവൽ പിടിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ആ ബ്ലൂ കളർ സ്റ്റാർ ബ്രേക്ക് ചെയ്ത പോർഷൻ ഇവിടെ നിന്നാണ് നമ്മൾ ആക്ച്വലി ട്രേഡ് എടുത്ത് അവിടുന്ന് മാർക്കറ്റ് താഴ്ത്തിറങ്ങിയിട്ട് ഇവിടെ നിന്നാണ് പുൾ ബാക്ക് അടിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഇറങ്ങിയിട്ടാണ് റിവേഴ്സിൽ തന്നത്. അപ്പോൾ ഈ പുൾ ബാക്കിൽ നമുക്ക് വേണേൽ കട്ട് ചെയ്യാം, തിരിച്ച് ഗ്രീൻ ആവുന്ന പോർഷനിൽ. അതിന് തിരിച്ച് രണ്ടാമത് ഇറങ്ങുമ്പോൾ എൻട്രി എടുത്താൽ മതി. അവിടെ റിവേഴ്സിൽ പറയുന്നില്ല, തിരിച്ച് പിന്നെ ഇറങ്ങി മാർക്കറ്റ് പിന്നെയും കയറുകയാണ് ചെയ്തത്. അപ്പോൾ റിവേഴ്സിൽ സോഫ്റ്റ് കാണിക്കുന്ന ഇൻഡിഫിക്കേഷൻ എക്സ്ട്രാ കളേഴ്സാണ്, ബ്ലൂ, ഹോളോ ക്യാൻഡിൽസ് വൈറ്റ്, അതേപോലെ ഓറഞ്ച്. ഇതൊക്കെ സൈഡ് വേസ് മാർക്കറ്റാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നിഫ്റ്റിയുടെയും മാർക്കറ്റ് അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസത്തെ ക്ലോസിങ്ങിൽ ഇറങ്ങിയ ആ സെല്ല് കണ്ടിന്യൂ ആയിട്ട് പോയി സപ്പോർട്ട് എടുത്തു. നമുക്ക് 24,287 നിന്ന് ബ്രേക്ക് ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ പുട്ടെടുത്തത് 24,200 തന്നെ പുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് സോഫ്റ്റ് കഴിഞ്ഞ ദിവസം വന്ന ബൈഡ് തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത പോർഷൻ 144 നിന്ന് എടുത്ത പോർഷൻ നമുക്ക് നേരെ മാർക്കറ്റ് 427 വരെ കയറിയിട്ടാണ് പിന്നെ ബാക്ക് അടിച്ചത്. അവിടുന്ന് പുൾ ബാക്ക് അടിച്ചിട്ട് പിന്നെയും മാർക്കറ്റ് 323 പിന്നെയും 83 വരെ പോയിട്ട്. അപ്പോൾ നെക്സ്റ്റ് ഒരു ചെറിയ ലെവൽ പിന്നെയും നമുക്ക് മാർക്കറ്റ് അവിടുന്ന് ഒരു പുൾ ബാക്ക് അടിച്ചതിന് ശേഷമാണ് പ്രോപ്പർ റിവേഴ്സിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈസിയാണ് ട്രേഡ് ചെയ്യാനായിട്ട്. കൺഫർമേഷൻ നോക്കുക, കൺഫർമേഷൻ നോക്കി ബ്രേക്ക് ഔട്ട് പോകുന്ന സെക്ഷനിൽ നോക്കുക. ഗ്യാപ് ഡൗൺ ഗ്യാപ്പ് അപ്പ് ഓപ്ഷനിൽ നമ്മൾ പെട്ടെന്ന് ആ ക്യാൻഡിൽ കയറി എടുക്കാതെ പുൾ ബാക്ക് അടിച്ച പോർഷനിൽ നിന്ന് പിന്നെ തിരിച്ച് ബ്രേക്ക് ചെയ്യുന്ന ഫസ്റ്റ് റെസിസ്റ്റൻസ് അല്ലെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്ന പോർഷൻ നോക്കിയിട്ട് മാത്രം എടുക്കാൻ ശ്രമിക്കുക. സിമ്പിളാണ് യൂസ് ചെയ്യാനായിട്ട്. ലൈവായിട്ട് നിങ്ങൾക്ക് സ്വയം ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മുടെ സോഫ്റ്റ്വെയർ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം. ഓക്കെ.